ഹായ് എവരിവൺ, AC കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സജീവ്. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BCom 2023 ബാച്ചിലെ 4ാം സെമസ്റ്ററിൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ലൈക്കും കമന്റും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. പോകാം നമുക്ക് ക്ലാസ്സിലേക്ക്. മാനേജ്മെന്റ് അക്കൗണ്ടിൽ 6 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. ഓരോ ബ്ലോക്കുകളിൽ 2 അല്ലെങ്കിൽ 3 യൂണിറ്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 1ാമത്തെ ബ്ലോക്കാണ്. 1ാമത്തെ ബ്ലോക്കിന്റെ പേരെന്താണ്? ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അതിൽ തന്നെ 2 യൂണിറ്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, യൂണിറ്റ് 2 എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട കണ്ടന്റുകളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കണ്ടന്റുകൾ വരുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് പഠിക്കാനുണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പഠിക്കാനുണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ നീഡ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ്. ഇത്രയും ടോപ്പിക്സുകളാണ് 1ാമത്തെ യൂണിറ്റിൽ പഠിക്കേണ്ടത്. അതില് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്ന് പറയുന്നത്? It is the process of preparing and presenting financial and non-financial information to assist managers in making informed business decisions. എന്താ പറഞ്ഞിരിക്കുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് is the process of preparing and presenting financial and non-financial information to assist managers in making informed business decisions. അതായത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നത് സാമ്പത്തികവും സാമ്പത്തികേതരവുമായ, ഫിനാൻഷ്യൽ മീൻസ് എന്താണ്? സാമ്പത്തികം, അതായത് പണപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നോൺ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ടാണ് സാമ്പത്തികേതരമായി, അതായത് പണപരമല്ലാത്ത കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നത് സാമ്പത്തികവും സാമ്പത്തികേതരവുമായ വിവരങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ്. അതുമാത്രമല്ല, it focuses on internal process. ഇതില് ഇന്റേണൽ പ്രോസസ്സുകളിലാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. എന്താണ് ഇന്റേണൽ പ്രോസസ് എന്ന് പറഞ്ഞാല്? സ്ഥാപനത്തിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്, സ്ഥാപനത്തിനുള്ളിൽ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ടു പ്ലാൻ, കൺട്രോൾ ആൻഡ് ഇവാലുവേറ്റ് ബിസിനസ് ഓപ്പറേഷൻസ്. ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ടു പ്ലാൻ, കൺട്രോൾ ആൻഡ് ഇവാലുവേറ്റ് ബിസിനസ് ഓപ്പറേഷൻസ്. പ്ലാൻ ചെയ്യാനും നിയന്ത്രിക്കാനും ബിസിനസ് പ്രവർത്തനങ്ങളെ വിലയിരുത്താനും ഇത് ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാല് ഒരു സ്ഥാപനത്തിലെ മാനേജർമാർക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന വിധത്തിൽ സാമ്പത്തികവും മറ്റു വിവരങ്ങളും തയ്യാറാക്കി നൽകുന്ന പ്രോസസ്സിനെയാണ്. ഇത് പ്രധാനമായും സ്ഥാപനത്തിനുള്ളിൽ അവ മാത്രം ഉപയോഗപ്പെടുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കമ്പനി എങ്ങനെ പ്ലാൻ ചെയ്യണം, നിയന്ത്രണം ഏർപ്പെടുത്തണം, പ്രവർത്തനങ്ങളെ വിലയിരുത്തണം എന്നിവ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് വഴി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. It refers to the process of identifying, measuring, analyzing, interpreting and communicating financial information to help managers make informed business decisions. It is also known as managerial accounting. എന്താണ് മാനേജറിയൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ? It refers to the process of identifying, measuring, analyzing, interpreting and communicating financial information to help managers make informed business decisions. It is also known as managerial accounting. അതായത് ഫിനാൻഷ്യൽ വിവരങ്ങള് തിരിച്ചറിയുക, അളക്കുക, വിശകലനം ചെയ്യുക, വ്യാഖ്യാനം ചെയ്യുക,
മാനേജർമാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന വിധത്തിൽ അറിയിക്കുക എന്ന കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് മാനേജറിയൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിനാൻഷ്യൽ വിവരങ്ങളെ, അതായത് അക്കൗണ്ടിങ് വിവരങ്ങള് തിരിച്ചറിയുക, അളക്കുക, വിശകലനം ചെയ്യുക, വ്യാഖ്യാനം ചെയ്യുക, മാനേജർമാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന വിധത്തിൽ അറിയിക്കുക എന്ന കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സാധാരണ അക്കൗണ്ടിംഗ് പോലെ പഴയ കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തുന്നതല്ല, ഭാവിയിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കാനും മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ആണ് പറയാൻ പോകുന്നത്. ഇവിടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഇവിടെ ആരാണ് ഡിഫൈൻ ചെയ്യുന്നത്? റോബർട്ട് ആന്റണി ആണ്. എന്താണ് റോബർട്ട് ആന്റണി മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഡിഫൈൻ ചെയ്യുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെന്റ്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെന്റ്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നത് മാനേജ്മെന്റിന് ഉപകാരപ്പെടുന്ന അക്കൗണ്ടിംഗ് വിവരങ്ങളാണ്. എന്താ പറയുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നത് മാനേജ്മെന്റിന് ഉപകാരപ്പെടുന്ന അക്കൗണ്ടിംഗ് വിവരങ്ങളാണ്. ആര് പറയുന്നത്? റോബർട്ട് ആന്റണി പറയുന്നത്. നെക്സ്റ്റ് വൺ, നീഡ് ഫോർ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും 5 പോയിന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി, രണ്ടെന്ന് പറയുന്നത് പ്രോപ്പർ പ്ലാനിങ്, മൂന്നെന്ന് പറയുന്നത് മെഷർമെന്റ്സ് ഓഫ് പെർഫോമൻസ്, 4 മാക്സിമൈസിങ് പ്രോഫിറ്റബിലിറ്റി, ലാസ്റ്റ് വൺ ഇംപ്രൂവ്സ് സർവീസ് ടു കസ്റ്റമേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി. ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കൽ. ഇൻക്രീസ് മീൻസ് എന്ന് പറഞ്ഞതാണ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് നോക്കുക. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എൻഹാൻസസ് എഫിഷ്യൻസി ഇൻ ബിസിനസ് ഓപ്പറേഷൻസ്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എൻഹാൻസസ് എഫിഷ്യൻസി ഇൻ ബിസിനസ് ഓപ്പറേഷൻസ്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ബിസിനസ് പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. എന്താണ് എൻഹാൻസസ് എന്ന് പറഞ്ഞാൽ? വർദ്ധിപ്പിക്കുക, ഉയർത്തുക. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ബിസിനസ് പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എഫിഷ്യൻസി മീൻസ് എന്താണ്? പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ കാര്യക്ഷമത. രണ്ടാമത്തെ പോയിന്റ് ആണ് പ്രോപ്പർ പ്ലാനിങ്. എന്താണ് പ്രോപ്പർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധാപൂർവമായ ആസൂത്രണം. പ്ലാനിങ്ങിന്റെ മലയാളം എന്താണ്? ആസൂത്രണം. പ്രോപ്പർ പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചാൽ മാനേജ്മെന്റ് ഈസ് എനേബിൾഡ് ടു പ്ലാൻ വേരിയസ് ഓപ്പറേഷൻസ് with the help of management accounting information. Management is enabled to plan various operations with the help of management accounting information. എന്താ പറയുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് വിവരങ്ങളുടെ സഹായത്തോടെ വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ മാനേജ്മെന്റിന് കഴിയും എന്നതാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് വിവരങ്ങളുടെ സഹായത്തോടെ വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ മാനേജ്മെന്റിന് കഴിയും എന്നതാണ്. Now the third one, measurements of performance. Measurements of performance എന്ന് പറയുന്നത് the system of budgetary control and standard costing enable a concern to measure its performance. The system of budgetary control and standard costing enable a concern to measure its performance. അതായത് ബഡ്ജറ്ററി കൺട്രോൾ സംവിധാനവും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും ഒരു സ്ഥാപനത്തിന് തന്റെ പ്രകടനം അളക്കാനായിട്ട് സഹായിക്കുന്നു. എന്താണ് പെർഫോമൻസ് മീൻസ്? പ്രകടനം. മെഷർമെന്റ്സ് മീൻസ് അളക്കുക. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ബഡ്ജറ്ററി കൺട്രോൾ സംവിധാനവും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും ഒരു സ്ഥാപനത്തിന്റെ തന്റെ പ്രകടനം അളക്കാനായിട്ട് സഹായിക്കുന്നു എന്നതാണ്. എന്താണ് ഈ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ? ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്
വരുമാനവും ചെലവും പ്ലാൻ പ്രകാരം നിയന്ത്രിച്ച് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ ഫലപ്രദമായി കൈവരിക്കാനുള്ള പ്രോസസ്സിനെയാണ് എന്ത് പറയുക, വരുമാനവും ചെലവും പ്ലാൻ പ്രകാരം. എന്താണ് ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, ആ പ്ലാൻ പ്രകാരം നിയന്ത്രിച്ച് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ ഫലപ്രദമായി കൈവരിക്കാനുള്ള പ്രോസസ്സിനെയാണ്. അപ്പൊ എന്താണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിനോ സേവനത്തിനോ, അതായത് പ്രോഡക്റ്റിനോ സർവീസിനോ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യും? ചിലവ് നിശ്ചയിക്കും. യഥാർത്ഥ ചിലവുമായി താരതമ്യം ചെയ്ത് പ്രവർത്തനത്തിന്റെ കാര്യക്ഷമത പരിശോധിക്കുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുക. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഉൽപ്പന്നത്തിനോ സേവനത്തിനോ നമ്മൾ മുൻകൂട്ടി ചിലവ് നിശ്ചയിച്ച് യഥാർത്ഥ ചിലവുമായി ആക്ച്വൽ എക്സ്പെൻസുമായി കമ്പയർ ചെയ്ത് പ്രവർത്തനത്തിന്റെ കാര്യക്ഷമത പരിശോധിക്കുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മെഷർമെന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ? ബഡ്ജറ്റ് കൺട്രോൾ സംവിധാനവും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും ഒരു സ്ഥാപനത്തിന് തന്റെ പ്രകടനം അളക്കാനായിട്ട് സഹായിക്കുന്നു എന്നതാണ് ഈ മൂന്നാമത്തെ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമൈസിങ് പ്രോഫിറ്റബിലിറ്റി. മാക്സിമൈസിങ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ലാഭപ്രാപ്തി പരമാവധി നമ്മൾ ചെയ്യണം, വർദ്ധിപ്പിക്കുക. അതിനകത്ത് എന്താ പറയുന്നത്? The trust of various management techniques is to control the cost of production and increase the efficiency of each and every individual in the organization. The trust of various management techniques is to control the cost of production and increase the efficiency of each and every individual in the organization. എന്താ പറയുന്നത്? മാനേജ്മെന്റ് സാങ്കേതിക വിദ്യകളുടെ പ്രധാന ലക്ഷ്യം ഉൽപാദന ചെലവ് നിയന്ത്രിക്കുകയും സ്ഥാപനത്തിലെ ഓരോരുത്തരുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്? മാനേജ്മെന്റ് സാങ്കേതിക വിദ്യകളുടെ പ്രധാന ലക്ഷ്യം ഉൽപാദന ചെലവ് നിയന്ത്രിക്കുകയും സ്ഥാപനത്തിലെ ഓരോരുത്തരുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇംപ്രൂവ് സർവീസ് ടു കസ്റ്റമേഴ്സ്. ഇംപ്രൂവ് സർവീസ് ടു കസ്റ്റമേഴ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? The cost control devices employed in management accounting enable the reduction of prices, which is of great help to consumers. The cost control devices employed in management accounting enable the reduction of prices, which is of great help to consumers. അതായത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഉപയോഗിക്കുന്ന ചെലവ് നിയന്ത്രണ ഉപാധികൾ വില കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് കൺസ്യൂമേഴ്സിന് വലിയ സഹായമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ചെലവ് നിയന്ത്രണ ഉപാധികൾ വില കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇത് കൺസ്യൂമേഴ്സിന് എന്താണ്? വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങും പഠിച്ചു, മാനേജിംഗ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങും പഠിച്ചായിരുന്നു. പിന്നെ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു, പിന്നെ പഠിച്ചു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ നീഡും പഠിച്ചു.